നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. പക്ഷേ അങ്ങ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത് ഒട്ടും സുഖകരമായ വാർത്തകളല്ല. നമുക്കറിയാം, ഇറാനും US-ഉം തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിട്ട് ഏതാണ്ട് 9 ദിവസത്തോളം ആകുന്നതേ ഉള്ളൂ. പക്ഷേ ആ കരാർ, ആ ധാരണയെല്ലാം കാറ്റിൽ പറത്തി വീണ്ടും ഇറാനും US-നും ഇടയ്ക്ക് സംഘർഷം ഉടലെടുക്കുന്നു എന്ന വാർത്തയാണ്, സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ അത് അങ്ങനെ തന്നെയാണ്. നമ്മളത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പലപ്പോഴും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ, രണ്ട് മേഖലകൾ തമ്മിലൊക്കെ സംഘർഷത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനുശേഷം ഒരു വെടിനിർത്തൽ കരാർ, സമാധാന കരാറൊക്കെ നിലവിൽ വന്നാൽ കൂടിയും ഈ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഘർഷം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ പ്രത്യാക്രമണങ്ങളടക്കം ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ ഇസ്രയേൽ ഗാസയുടെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ഇസ്രയേൽ ലെബനന്റെ കാര്യത്തിലാണെങ്കിലുമൊക്കെ നമ്മൾ കാണുന്നതാണ്. ഗാസയിലൊക്കെ ഇപ്പോഴും ഇസ്രയേൽ ആക്രമണം നടത്തുന്നു, സാധാരണ ജനങ്ങൾക്ക് നേരെ അടക്കം ആക്രമണം നടത്തുന്നു എന്ന വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ പലതും പുറത്തു വരാതെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമാണെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ ഇന്ത്യ ചൈന അതിർത്തി തർക്കമാണെങ്കിൽ കൂടിയും, ഒരു കരാറിലൊക്കെ എത്തിയാൽ കൂടിയും ഒരു ചെറിയ ഒരു കാര്യമുണ്ടാകും, അല്ലെങ്കിൽ ചെറിയ ഒരു കാര്യത്തിനായിരിക്കും വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം നീങ്ങുന്ന. സമാനമായി ഇപ്പോൾ ഇറാൻ ഒരു സിംഗപ്പൂർ കപ്പൽ, ഹോർമൂസ് കടലിടുക്കിൽ ഒരു സിംഗപ്പൂർ കപ്പൽ ആക്രമിച്ചു. അതിനുള്ള അടിക്കുള്ള തിരിച്ചടി നൽകിയെന്ന് അമേരിക്ക ട്രംപ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ്. തിരിച്ചടിക്കുമെന്ന്. അത് സംഭവിച്ചിരിക്കുന്നു. അത് അവിടെ നിന്നാൽ ഓക്കെ. പക്ഷേ അതിനുമപ്പുറം ഇത് വീണ്ടും നീളുകയാണെങ്കിൽ വീണ്ടും കാര്യങ്ങളൊക്കെ പഴയതുപോലെയാകും. പശ്ചിമേഷ്യയിലെ സമാധാനം ലോകത്തെ എമ്പാടും ഏത് രീതിയിലാണ് ബാധിക്കുന്നത് എന്ന് നമ്മൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കണ്ട് വന്നതാണ്. നമ്മുടെ അടുക്കളകളിലടക്കം അത് ബാധിച്ചതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ എത്രയും വേഗം ആ സംഘർഷം കെട്ടടങ്ങട്ടെ, അല്ലെങ്കിൽ ആ കരാറിലേക്ക്, അതിൻ്റെ ചർച്ചകളിലേക്കൊക്കെ ഈ രാജ്യങ്ങളും നീങ്ങട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, പ്രത്യാശ പ്രകടിപ്പിക്കാം. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാന വ്യാപകമായി ലഹരി വിരുദ്ധ ദിനം നമ്മൾ ആചരിച്ചതാണ്. ഇന്നിപ്പോൾ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ഒപ്പം ഈ പീഡനം അനുഭവിക്കുന്നവർക്ക്, അവർക്ക് താങ്ങായി നിൽക്കാനുള്ള ദിവസം കൂടിയായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുകയാണ്. ഇന്ന് പ്രധാനമായി ഒരുപാട് വാർത്തകളൊക്കെ വരാനുണ്ട്. തലക്കെട്ടുകൾ കാണാം. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇറാനിൽ വീണ്ടും അമേരിക്കയുടെ വ്യോമാക്രമണം. ശക്തമായ ആക്രമണം ഇറാന്റെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങളിൽ. ഹോർമൂസിലെ കപ്പലാക്രമണത്തിൽ തിരിച്ചടിയെന്ന് അമേരിക്ക. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ LDF പിന്തുണച്ചേക്കും. തുടർ നീക്കങ്ങൾക്കായി UDF കൗൺസിലർമാരുടെ യോഗം ഇന്ന്. പ്രതിപക്ഷ നീക്കത്തെ നേരിടാൻ തന്ത്രം മെനഞ്ഞ് BJP. LDF കൗൺസിലർമാരുടെ പ്രതിഷേധം ഇന്നും തുടരും. കീം പ്രവേശന പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ ഫലം പ്രഖ്യാപിക്കും. ഫലം കാത്ത് 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. വെനസ്വേലയിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ സ്ഥിരീകരിച്ചത് 920 മരണം, 3360 പേർക്ക് പരിക്ക്. ഇനിയും കണ്ടെത്താനുള്ളത് 10,000-ങ്ങളെ. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകും. മറ്റന്നാൾ മുതൽ വടക്കൻ ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ്. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടിമിന്നലിനും കാറ്റിനും സാധ്യത. ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയെ തകർത്ത ഫ്രാൻസ് ഗ്രൂപ്പ് ചാമ്പ്യന്മാർ. ഹാട്രിക്കുമായി ഉസ്മാൻ ഡെംബലെ. നോക്കൌട്ട് പ്രതീക്ഷ നിലനിർത്തി സെനഗൽ. ഇറാഖിനെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഉറുഗ്വേ സ്പെയിൻ മത്സരം തുടരുന്നു. സ്പെയിൻ 1 ഗോളിന് മുന്നിൽ. US-ഇറാൻ സമാധാന ചർച്ചകൾ പുരോഗമിക്കവേ വെടിനിർത്തൽ കരാറൊക്കെ കാറ്റിൽ പറത്തി ഇറാനിൽ അമേരിക്കൻ സേനയുടെ വ്യോമാക്രമണം. ഇറാന്റെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത്. ഹോർമുസിൽ സിംഗപ്പൂർ കപ്പൽ ആക്രമിച്ചതിന് തിരിച്ചടിയായാണ് ഇറാന്റെ റഡാർ കേന്ദ്രങ്ങളിലടക്കം US സൈന്യം ആക്രമണം നടത്തിയത്. ഹോർമുസ് കടലിൽ സഞ്ചരിക്കുകയായിരുന്ന സിംഗപ്പൂർ പതാക ഘടിപ്പിച്ച ചരക്ക് കപ്പലിന് നേരെ 4 ഡ്രോണുകൾ ഇറാൻ തൊടുത്തുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചിരുന്നു. ഇറാന്റെ ആക്രമണത്തിൽ ഒരു ഡ്രോൺ കപ്പലിൽ പതിച്ച് കപ്പലിന് കേടുപാടുകളുണ്ടായി. മറ്റു 3 ഡ്രോണുകൾ തകർത്തുവെന്നും ട്രംപ്
ട്രൂത്ത് സോഷ്യലിൽ പ്രതികരിച്ചിരുന്നു. ഒമാൻ തീരത്തെ ദാഹ്യത്തിന് തെക്ക് കിഴക്കായിട്ടാണ് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതെന്നും കപ്പലിന് കേടുപാടുകൾ ഉണ്ടായി എന്നും യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചിട്ടുണ്ട്. ഇറാൻ നൽകിയ റൂട്ടിലൂടെ അല്ലാതെ പോയാൽ ഇൻഷുറൻസോ സുരക്ഷാ ഗ്യാരണ്ടിയോ കിട്ടില്ലെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. പിന്നാലെ സുരക്ഷിത നാവിക ഇടനാഴിയും ഇറാൻ അടച്ചിട്ടുണ്ട്. ഇതോടെ ഹോർമുസിൽ വീണ്ടും പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. ഇരട്ട ഭൂകമ്പം തകർത്ത വെനസ്വേലയിൽ കടുത്ത ആശങ്കയായി മരണസംഖ്യ ഉയർന്നു. 920 മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3000-ലേറെ പേർക്ക് പരിക്കുണ്ട്. 10,000-ലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് വിലയിരുത്തൽ. വെനസ്വേലയ്ക്ക് കൈത്താങ്ങായി ലോകരാജ്യങ്ങളെല്ലാം രംഗത്തുണ്ട്. ലോകമെങ്ങും നിന്നുള്ള നൂറുകണക്കിന് രക്ഷാപ്രവർത്തകർ വെനസ്വേലയിലെ രക്ഷാദൗത്യത്തിൽ പങ്കുചേർന്നു. തകർന്നടിഞ്ഞ നൂറുകണക്കിന് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ രക്ഷാപ്രവർത്തകർ രാപകൽ വ്യത്യാസമില്ലാതെ തിരച്ചിൽ നടത്തി വരികയാണ്. ഇന്നലെയും ഒട്ടേറെ പേരെ കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെടുത്തിയെന്ന് ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പറഞ്ഞു. തലസ്ഥാനമായ കാരക്കസിലും ലാഗ്വായ സംസ്ഥാനത്തുമാണ് ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായത്. ലാഗ്വായ നഗരത്തിലെ 2 പ്രധാന ആശുപത്രികൾ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വെനസ്വേലയിലെ 67.6 ലക്ഷം ജനങ്ങൾ ഭൂകമ്പത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്നുവെന്ന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ അറിയിച്ചിട്ടുണ്ട്. തുടർ ചലനങ്ങൾ ഉണ്ടാകാമെന്ന ഭയത്താൽ കാരക്കാസിൽ വീടുകളിലേക്ക് മടങ്ങാതെ നൂറുകണക്കിന് പേർ കഴിഞ്ഞ രാത്രി തെരുവുകളിലാണ് കഴിഞ്ഞത്. വാർത്താവിനിമയ സംവിധാനം തകരാറിലായത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF കൗൺസിലർമാരുടെ പ്രതിഷേധം ഇന്നും തുടരും. തിങ്കളാഴ്ച UDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ LDF പിന്തുണയ്ക്കുമെന്നാണ് സൂചന. തിങ്കളാഴ്ച കൗൺസിൽ യോഗം നിർണായകമായതിനാൽ പ്രതിപക്ഷ നീക്കത്തെ നേരിടാൻ തന്ത്രം മെനയുകയാണ് BJP. കൗൺസിലർ സുഗതന് വേണ്ടി നിയമ പോരാട്ടം വേഗത്തിലാക്കാനും BJP ഒരുങ്ങുന്നു. കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, തിങ്കളാഴ്ച വരാനിരിക്കുന്ന അവിശ്വാസ പ്രമേയം, അതിനെ ഏതു രീതിയിൽ നേരിടണമെന്ന തന്ത്രം മെനയാൻ BJP ഏത് രീതിയിൽ അതിനെ കീഴടക്കണമെന്ന ചിന്തയുമായി UDFും LDFും UDF LDFിൻ്റെ പിന്തുണയടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഒരു അനുകൂല നിലപാടിലേക്ക് ഇക്കാര്യത്തിൽ LDF നീങ്ങുമോ? 3 ക്യാമ്പിലും ചർച്ചകൾ ഏത് രീതിയിലാണ്? സ്വപ്ന, തീർച്ചയായും തിങ്കളാഴ്ചയാണ് UDF അവിശ്വാസ പ്രമേയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൊണ്ടുവരുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു പ്രതിപക്ഷത്ത് നിന്ന് LDF ആയാലും UDF ആയാലും ഒരു അവിശ്വാസത്തിലൊരു നീക്കം നടത്തുകയാണെങ്കിൽ BJP സംബന്ധിച്ച ഏറ്റവും വലിയ നിർണായകമാകും. കാരണം എത്രത്തോളം ഭൂരിപക്ഷമാണ് ഒരൊറ്റ സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ, അല്ലെങ്കിൽ ഒരൊറ്റ കൗൺസിലറുടെ ഭൂരിപക്ഷത്തിലാണ് BJP നിലവിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് സുഗതൻ, വാഴോട്ടുകുളം കൗൺസിലറായ സുഗതൻ ജയിലിൽ കഴിയുന്നത്. സുഗതന് വേണ്ടി എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും BJP നടത്തുമ്പോൾ സുഗതൻ അല്ലെങ്കിൽ തന്നെ സുഗതനെ സത്യപ്രതിജ്ഞ ചെയ്യാനായി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സത്യപ്രതിജ്ഞ 3 ആഴ്ചയ്ക്കകം സത്യപ്രതിജ്ഞ നടത്തിയേ മതിയാകുമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. അപ്പോൾ മറ്റെല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തിട്ടും സുഗതൻ ഇത് ജയിലിലായതിനാൽ സുഗതനെ പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. അതിന് പിന്നാലെയാണ് തിങ്കളാഴ്ച കൗൺസിൽ യോഗം ചേരുന്നത്. ഈ കൗൺസിൽ യോഗം തിങ്കളാഴ്ച ചേരുമ്പോൾ അതിനു മുമ്പ് ഏത് വിധേനയും സുഗതനെ പുറത്തിറക്കാനുള്ളൊരു നീക്കമാണ് BJPയുടെ ഭാഗത്തു നിന്ന് നടത്തുന്നത്. ഈ സുഗതന്റെ വിഷയം ഉയർത്തിക്കാട്ടിയും അതോടൊപ്പം തന്നെ നഗരസഭ സ്തംഭിച്ചിരിക്കുന്നു, മഴക്കാലപൂർവ്വ രോഗങ്ങളൊക്കെ തന്നെ, മഴക്കാല ശുചീകരണമൊക്കെ തന്നെ പാളിയിരിക്കുന്നു, ഈ രീതിയിൽ കൗൺസിൽ വിളിച്ചു ചേർക്കാൻ വൈകുന്നു, ഈ രീതിയിൽ വലിയ രീതിയിൽ ഭരണസ്ഥാപനമാണ് നഗരസഭയിൽ നടക്കുന്നതെന്ന് ഉയർത്തിക്കാട്ടിയാണ് UDF അവിശ്വാസ പ്രമേയത്തിന് നീക്കം നടത്തുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം UDFിൻ്റെ കൗൺസിലർമാരുടെ യോഗം ചേർന്ന് മന്ത്രിയായിരിക്കുന്ന കെ മുരളീധരനാണ് കോർപ്പറേഷനിലേക്ക് ചുമതലയും കൂടിയുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാമെന്നുള്ള ഒരു നീക്കം മുന്നോട്ട് വെച്ചത്. അത് കൗൺസിലർമാരൊക്കെ പിന്താങ്ങുകയും ചെയ്തു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ആ സീറ്റ് നില എന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, 100 പേരുള്ള അംഗസംഖ്യയിൽ 50 പേരാണ്, നിലവിൽ 49 പേരാണ് BJPക്കുള്ളത്. ഒരു സ്വതന്ത്രന്റെ പിന്തുണ കൂടി വരുമ്പോഴാണ് 50 ആകുന്നത്. മറുഭാഗത്ത് LDFിനെ സംബന്ധിച്ച് അവർക്കവിടെ 29 പേരാണുള്ളത്, UDFിനെ സംബന്ധിച്ച് 20 പേരാണുള്ളത്. പിന്നെ ഒരു സ്വതന്ത്രനും കൂടി നിൽക്കുന്നത്. ആ സ്വതന്ത്രനെ ആരെയും പിന്തുണയ്ക്കാതെയാണ് നിൽക്കുന്നത്.
അപ്പോൾ നിലവിലെ സുഗതൻ മാറി നിൽക്കുമ്പോൾ BJP സംബന്ധിച്ച് BJPക്ക് 49, ഇവിടെ LDF UDF ഒരുമിച്ച് ചേരുകയാണെങ്കിൽ അവിടെ 49. അപ്പോൾ 49 പ്ലസ് ഒരു സ്വതന്ത്രൻ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. ആ സ്വതന്ത്രൻ ഏറ്റവും അധികം നിർണായകമാവുകയൂടി ചെയ്യും. അതേസമയം LDF UDF ഒരുമിക്കുകയാണെങ്കിൽ മാത്രമേ അവിശ്വാസ പ്രമേയം വിജയിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയത്തിന് പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ LDF അതിനെ പിന്തുണയ്ക്കാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ ദിവസം LDF നേതാക്കൾ, തിരുവനന്തപുരം ജില്ലയിലെ LDF നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാഷ്ട്രീയ തീരുമാനം എടുക്കുമെന്നാണ് പാർലമെന്ററി പാർട്ടി നേതാവായ SP ദീപക് പറഞ്ഞത്. കാരണം ഈ LDFനെ സംബന്ധിച്ച് അങ്ങനെ ഒരു അവിശ്വാസം നീക്കം വരികയാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കുക മാത്രം തന്നെയാണ്, പിന്തുണയ്ക്കുക അല്ലാതെ മറ്റൊരു നിർവാഹമില്ല. പക്ഷേ അതേസമയം UDFനൊപ്പം ചേരണമോ, നിലവിൽ സംസ്ഥാനത്ത് ഭരണ പ്രതിപക്ഷ മുന്നണിയായി നിൽക്കുന്ന UDFനൊപ്പം തലസ്ഥാന കോർപ്പറേഷനാണ്. പക്ഷേ BJPയെ നേരിടാനായി, അല്ലെങ്കിൽ സംഘപരിവാർ നയിക്കുന്ന ശക്തിയെ നേരിടാനായി, അല്ലെങ്കിൽ ഒരു ഭരണസമ്പന്നത്തിലേക്ക് നഗരസഭ വരുമ്പോൾ അതിനെ നേരിടാനായി UDFുമായി ചേർന്നു എന്നൊരു രാഷ്ട്രീയ വാദമൊക്കെ LDFിൽ ഉയർത്താം. അപ്പോൾ LDFിൻ്റെ പിന്തുണയോടുകൂടി UDF ഒരു അവിശ്വാസ നീക്കം കൊണ്ടുവരികയാണെങ്കിൽ അത് ഏത് വിധേനയും തടയാൻ, വിജയിക്കാൻ പാടില്ല. കാരണം ഒരേ ബലാബലത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വിജയിക്കാതിരിക്കാനായി ഏത് വിധേനയും അതിനെ തടയിടാനുള്ള തന്ത്രങ്ങളാണ് അതീവ വേഗത്തിലാണ്, അതിവേഗത്തിലാണ് അത്തരം നീക്കങ്ങളുമായി BJP പോകുന്നത്. സുഗതനെ പുറത്തിറക്കാനുള്ള എല്ലാ നീക്കം നടത്തും. നിയമ പോരാട്ടം കൂടുതൽ ശക്തമാക്കുകയാണ്, കോടതിയെ സമീപിക്കുന്നത്. അതോടൊപ്പം കാപ്പ കേസിലാണ് സുഗതൻ ജയിലിൽ കഴിയുന്നത്. കാപ്പ ബോർഡിനെ സമീപിച്ച് സുഗതന് ജാമ്യം ലഭിക്കുന്ന അടക്കമുള്ള, ഇളവ് ലഭിക്കുന്ന അടക്കമുള്ള നിയമ പോരാട്ടമാണ് BJP ഒരു ഭാഗത്ത് നടത്തുന്നത്. കാരണം സത്യപ്രതിജ്ഞ ചെയ്തേ മതിയാകും സുഗതന്. അങ്ങനെ പല രീതിയിലുള്ള നിയമ പോരാട്ടങ്ങളും നിയമ നീക്കങ്ങളും ഒക്കെ തന്നെയും BJP ഒരു ഭാഗത്ത് നടത്തുമ്പോൾ UDFിൻ്റെ യോഗവും ഇന്ന് ചേരുകയാണ്. കാരണം തിങ്കളാഴ്ച കൗൺസിൽ യോഗം ചേരുമ്പോൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനാണ് ഇപ്പോൾ തീരുമാനിച്ചെങ്കിലും അതിൽ വീണ്ടും ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി, ഒരു അന്തിമ തീരുമാനം എടുക്കാനും തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ചർച്ച ചെയ്യാനാണ് UDF കൗൺസിലർമാർ ഇന്നും യോഗം ചേരും. അതോടൊപ്പം LDFും ഇന്ന് രാഷ്ട്രീയമായ ഒരു നീക്കം നടത്തണം, കാരണം രാഷ്ട്രീയ തീരുമാനം എടുത്തേ മതിയാകൂ എന്ന് LDF പറയുമ്പോൾ അവിടെ ഒരു അന്തിമ തീരുമാനം LDFിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് മതിയാകും. എന്തായാലും ഇന്ന് ശനിയാഴ്ചയാണ്. നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ രാവിലെയാണ് അവിശ്വാസം കൊണ്ടുവരിക. അതായത് മറ്റന്നാൾ രാവിലെയാണ് LDFിൻ്റെ നഗരസഭയുടെ കൗൺസിൽ യോഗം നടക്കുക. കൗൺസിൽ യോഗം ചേരുമ്പോഴാണ്, മാത്രമല്ല ഈ കൗൺസിൽ യോഗം പോലും ഏറ്റവും നിർണായകമാണ്. സുഗതനെ സംബന്ധിച്ച് ഈ കൗൺസിൽ യോഗത്തിന് പങ്കെടുക്കാതെ വരുമ്പോൾ അയോഗ്യത കൽപ്പിക്കുമെന്ന് പ്രതിപക്ഷമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം മേയർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇതിനു മുമ്പ് 2 തവണ കൗൺസിൽ യോഗം ചെയ്തപ്പോൾ അത് ഒരു കൗൺസിൽ യോഗത്തിൽ മാത്രമാണ് സുഗതൻ പങ്കെടുക്കാതിരുന്നത്. ആദ്യ യോഗത്തിൽ പങ്കെടുത്തു എന്ന് മേയർ വാദിക്കുകയാണ്. തെളിവുകളൊക്കെ നിരത്തിയാണ് വാദിക്കുന്നത്. തുടർച്ചയായി 3 യോഗത്തിൽ ഒരു കൗൺസിൽ പങ്കെടുക്കാതിരുന്നാൽ മാത്രമേ അയോഗ്യത കൽപ്പിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ സുഗതനെ സംബന്ധിച്ച് ഈ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിലും ആ രീതിയിൽ അയോഗ്യത വരുന്നില്ല എന്നാണ് മേയർ വാദിക്കുന്നത്. പക്ഷേ അതേസമയം അവിശ്വാസം കൊണ്ടുവരികയാണെങ്കിൽ എല്ലാ അംഗങ്ങളും അവിടെ ഉണ്ടാകണം. BJP മറ്റൊരു തന്ത്രം പ്രയോഗിക്കുന്നത് അംഗങ്ങളെ പരമാവധി ഒഴിവാക്കി, അതായത് കൃത്യമായ കോറം തികഞ്ഞില്ല എങ്കിൽ ഒരു അവിശ്വാസം കൊണ്ടുവരാൻ അവിശ്വാസം വിജയിക്കുകയും ചെയ്യുകയില്ല. ഏതെങ്കിലും ഒരു സഭയിൽ അവിശ്വാസം കൊണ്ടുവരുമ്പോൾ കോറം കൃത്യമായി തികയണമെന്നൊരു ചട്ടം കൂടിയുണ്ട്. അപ്പോൾ അതിൽ കയറി ആ രീതിയിലൊരു തന്ത്രമാണ് ഇപ്പോൾ BJP നോക്കുന്നത്. അതായത് BJP കൗൺസിലർമാർ അന്നത്തെ യോഗത്തിൽ പരമാവധി പങ്കെടുക്കാതെ നിൽക്കുകയാണെങ്കിൽ കോറം തികയാതെ വരികയും അങ്ങനെ വരുമ്പോൾ അവിശ്വാസ നീക്കം നടക്കുകയുമില്ല. ആ രീതിയിലൊരു നീക്കവും BJP ആലോചിക്കുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെ അംഗങ്ങൾ മാറി നിന്ന് അവിശ്വാസത്തെ നേരിടാൻ തന്നെയാകും BJPയുടെ ഭാഗത്ത്. സുഗതൻ വന്നില്ല എങ്കിൽ BJPയുടെ ഭാഗത്ത് അങ്ങനെ തന്നെയാകും. തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP. എന്തൊക്കെ സംഭവിച്ചാലും 5 കൊല്ലം BJP ഭരിക്കുമെന്ന് മേയർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം UDFായാലും LDFായാലും രാഷ്ട്രീയമായി ഒരു നീക്കം അല്ലെങ്കിൽ BJPയെ ഭയപ്പെടുത്തുക എന്നൊരു തന്ത്രം കൂടിയുണ്ട്. കാരണം ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും അവിശ്വാസം കൊണ്ടുവരാനുള്ള ഒരു ബലാബലമേ BJP ഭരണകക്ഷിക്കുള്ളൂ എന്നൊരു മുന്നറിയിപ്പ് കൂടി ഇവർ ഇതിലൂടെ നൽകുകയാണ്. സ്വപ്ന, നഗരസഭയിലെ BJP ഭരണസമിതിക്കെതിരെ തിരുവനന്തപുരം നഗരസഭയിൽ അവിശ്വാസം ഇപ്പോൾ തിങ്കളാഴ്ച കൊണ്ടുവരാനിരിക്കുകയാണ്. സ്വാഭാവികമായും മുന്നണികളുടെ നീക്കങ്ങൾ എങ്ങനെ എന്നതിൽ വലിയ രീതിയിലുള്ള ആകാംക്ഷ നിലനിൽക്കുന്നു. ഏത് രീതിയിൽ ഈ വെല്ലുവിളി മറികടക്കണം എന്നത് സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട് BJPയും. ആൻഫിലിൻ ഡിസൂസയാണ് വിവരങ്ങളുമായി ചേർന്നത്. കീം പ്രവേശന പരീക്ഷയുടെ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 1 മണിയോടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. നേരത്തെ ജൂൺ 22-നായിരുന്നു ഫലം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ CBSE പുനർമൂല്യനിർണ്ണയത്തെ തുടർന്ന് മാർക്ക് ചേർക്കാൻ കൂടുതൽ സമയം തേടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ചതിന് പിന്നാലെ പ്രഖ്യാപനം മാറ്റുകയായിരുന്നു.
2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസിലേക്ക് പുറപ്പെടും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഊട്ടിയുറപ്പിക്കാനാണ് സന്ദർശനം. രാവിലെ 9 മണിക്ക് ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് 1:15 സീഷെൽസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. സീഷെൽസ് നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ വൃക്ഷത്തൈ നട്ടാണ് മോദിയുടെ സന്ദർശനം ആരംഭിക്കുക. വൈകിട്ട് സീഷെൽസ് കോസ്റ്റ് ഗാർഡ് ബേസിലെ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി രാത്രി പ്രസിഡന്റ് ഡോ പാട്രിക് ഹെർമിനി ആതിഥേയത്വം വഹിക്കുന്ന ഔദ്യോഗിക വിരുന്നിലും പങ്കെടുക്കും. വടകരയിൽ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ റിമാൻഡിലായ CPM നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. കേസിൽ വടകര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രതിക്ക് ജാമ്യം നിഷേധിച്ചതോടെയാണ് പ്രതി ജില്ലാ കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രേഷ്മ ചേരുകയാണ്. രേഷ്മ, കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ജിതിൻ ഇപ്പോൾ എന്തൊക്കെ വാദങ്ങളായിരിക്കും ജില്ലാ കോടതിയുടെ മുന്നിൽ വയ്ക്കുന്നത് ജാമ്യത്തിനായി? ഈ കേസിൽ നമുക്കറിയാം നിർണായകമായ കേസാണ്. ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടത്തിലേക്ക് എത്താൻ സഹായകമാകുന്ന ആൾ ജിതിൻ ഭാസ്കറാണ്. CPM തിരുത്തി ലോക്കൽ കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കർ ആയിരുന്നു. ജിതിൻ ഭാസ്കറിനെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഇതിനുശേഷം ചോദ്യം ചെയ്യലിലാണ് ജിതിനാണ് ഇതിന്റെ ഒരു പ്രധാന കേന്ദ്രമെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയത്. തുടർന്ന് ജിതിൻ ജാമ്യാപേക്ഷ വടകര ജില്ലാ കോടതിയിൽ നിന്നും ജാമ്യാപേക്ഷ നിഷേധിച്ചതിനെ തുടർന്നാണ് ജിതിൻ ജില്ലാ സെഷൻ കോടതിയിലേക്ക് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ഈ ജാമ്യ അപേക്ഷ പരിഗണിക്കും. ജിതിൻ്റെ അഭിഭാഷകൻ പ്രധാനമായി ഉന്നയിക്കുന്നത് 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്ത് തുടർന്ന് ജിതിൻ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയതാണ്, പോലീസുമായി സഹകരിച്ചതാണ്. പ്രതിക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം അനുവദിക്കണമെന്നാണ് ജിതിൻ്റെ അഭിഭാഷകൻ നേരത്തെയും ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം അന്വേഷണ സംഘം പറയുന്നത് ജിതിന് പിറകിൽ വ്യക്തമായ ഒരു കേന്ദ്രം ഇതിലുണ്ട്. ഈ ഒരു കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് വ്യക്തമായ ആരുടെയോ നിർദ്ദേശപ്രകാരമാണ്. ഇതാരാണെന്ന് വ്യക്തമാവാൻ ഇനിയും കസ്റ്റഡിയിൽ വേണ്ടിവരും. പ്രതിക്ക് ഇപ്പോൾ ജാമ്യം നൽകിയാൽ തന്നെ ഇത് തെളിവുകൾ കൂടുതലായി നശിപ്പിക്കപ്പെടുമെന്നാണ് SIT അംഗങ്ങൾ കോടതിയെ ബോധിപ്പിച്ചിരുന്നത്. ഈ കാരണത്താലാണ് വടകര കോടതിയിൽ നിന്നും ജാമ്യം തള്ളിയിരുന്നത്. ഇന്ന് നമുക്ക് അറിയാം ജില്ലാ കോടതിയിലേക്ക് എത്തുമ്പോൾ തന്നെ ഇതേ വാദം തന്നെയാണ് നമ്മുടെ പ്രോസിക്യൂഷൻ വാദിക്കുക. നേരത്തെ തന്നെ ജിതിൻ ഫോൺ റീസെറ്റ് ചെയ്തിരുന്നു. ഫോണിലായിരുന്നു നിർണായക തെളിവുകൾ ഉണ്ടായിരുന്നത്. ഫോണിൽ നിന്നും 200-ലേറെ പേർക്ക് മെസ്സേജ് അയക്കുകയും കാഫി സ്ക്രീൻഷോട്ട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫോൺ ഉൾപ്പെടെ റീസെറ്റ് ചെയ്ത സ്ഥിതിക്ക് ഈ ഫോൺ നേരത്തെയുള്ള ജില്ലാ ലാബിൽ നിന്നാണ് ഈ പരിശോധന ഫലം വന്നിരുന്നത്. സംസ്ഥാന ലാബിലേക്ക് അയക്കുകയും ഫോണിൽ നിന്നും കൂടുതൽ വിവരം ലഭിക്കാനുണ്ടെന്നുമാണ് SIT അംഗം കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇന്നും ജില്ലാ കോടതിയിലും SIT സംഘം ബോധിപ്പിക്കുക. പ്രതിയെ ജാമ്യത്തിൽ വിടരുതെന്നും തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്നാണ് ജില്ലാ കോടതിയിലും SIT അംഗം വാദിക്കുക. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ജിതിനോട് അടുത്തെത്തിയപ്പോൾ തന്നെ CPM പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. നിലവിൽ അവർ പറയുന്നത് വേട്ടയാടുകയാണ്, CPM അംഗങ്ങളെ വേട്ടയാടുകയാണ്, ഇതിനു പിന്നിൽ UDF-ഉമാണ് യൂത്ത് കോൺഗ്രസുമാണ് എന്നുള്ള ആരോപണമാണ് CPM ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ന് വടകരയിൽ കാഫിറിന്റെ യഥാർത്ഥ പ്രതികളെ കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നും പ്രതികളെ വിചാരണ ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് RMPയുടെയും RMPയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ വിചാരണയും നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം കാഫിറിന്റെ ഉറവിടത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു പ്രതിയിൽ കൂടുതലായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാനും ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വടകരയിൽ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ റിമാൻഡിലായ CPM നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കും. കോഴിക്കോട് നിന്നും രേഷ്മയാണ് വിവരങ്ങളുമായി ചേർന്നത്. ലഹരി കൈമാറ്റം തടയാൻ പോലീസും എക്സൈസും പരിശോധനകൾ കർശനമാക്കിയതോടെ കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ രജിസ്റ്റർ ചെയ്തത് നിരവധി കേസുകളാണ്. കഞ്ചാവും രാസലഹരി വസ്തുക്കളും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വലിയ അളവിൽ പിടികൂടുകയും ചെയ്തു. ലഹരി ഇടപാടിലെ പ്രമുഖ കണികളിലേക്ക് എത്തിച്ചേരാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു പറഞ്ഞു. കേരള പോലീസ് നടപ്പാക്കി വരുന്ന ലഹരിവിരുദ്ധ കർമ്മ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ, എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തണ്ടർ എന്നിവയുടെ ഭാഗമായി പരിശോധനകൾ കർശനമാക്കിയതോടെ ലഹരി ഇടപാടുകളിൽ പ്രകടമായ മാറ്റം കണ്ടു തുടങ്ങി. കോട്ടയം ജില്ലയിൽ ഒരാഴ്ചയ്ക്കിടെ 10-ലധികം കേസുകളാണ് ലഹരിക്കടത്തും കൈമാറ്റവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഇതിലൂടെ വലിയ അളവിൽ നിരോധിത ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തു. കിലോ കണക്കിന് കഞ്ചാവും 10,000-ൽ പരം പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തു.
കാഞ്ഞിരപ്പള്ളി പുൻകുന്നത്തു നിന്നും കാറിൽ കടത്തുകയായിരുന്ന 1/4 കിലോയോളം MDMAയും പിടികൂടി. ലഹരി ഇടപാട് കേസുകളിൽ മുൻപ് ഉൾപ്പെട്ടിട്ടുള്ളവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളിലൂടെയും പരിശോധനകളിലൂടെയുമാണ് നിരവധി ഇടപാടുകാരെ പിടികൂടാൻ കഴിഞ്ഞതെന്ന് ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു പറഞ്ഞു. ഓരോ സ്റ്റേഷൻ തലത്തിലുള്ള യൂസേഴ്സിൻ്റെ ലിസ്റ്റ് കണ്ടുപിടിക്കും. യൂസേഴ്സിന് അവർ അറിയാതെ പെട്ടുപോകുന്നവരുണ്ട്. അപ്പോൾ അവരെ കണ്ടുപിടിച്ചിട്ട് അവരെ അവയർനെസ് ക്യാമ്പയിൻ കൂടെയും അതുപോലെ തന്നെ DAD സെൻറ്ററിൽ കൊണ്ടിട്ട് അവരെ നല്ല ആൾക്കാരെ തിരിച്ചുകൊണ്ടുവരാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ലോക്കൽ കച്ചവടക്കാർ ലിസ്റ്റ് എടുക്കുക. ആ ലിസ്റ്റ് എടുത്തിട്ട് അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങളും റെയ്ഡുകളും കേസ് ഡിറ്റക്ഷൻ ഒരു ഭാഗം നിൽക്കും. പിന്നെ വലിയ തോതിൽ വരുന്ന കള്ളക്കടത്ത് നടത്തി ഇവിടെ കൊണ്ടുവന്ന് വിപണനം നടത്തുന്ന പ്രധാന കച്ചവടക്കാരെ കോൺസെൻട്രേറ്റ് വേറൊരു ടീമുണ്ട്. അത് ജില്ലാ ടീമാണ്. ഈ കഞ്ചാവൊക്കെ പിടിക്കുമ്പോൾ നമ്മളിതിൽ പല പ്രതികൾക്കും 10-40 കേസിൽ പ്രതികളാണ്. പിന്നെ കൂടാതെ ഈ അറസ്റ്റ് ചെയ്യുന്ന പ്രതികളിലെ ഇത് കൂടാതെ ഇവരിലേക്ക് ഫർദറായിട്ട് നമ്മൾ കാപ്പ അതുപോലെ പിറ്റൻ DPS തുടങ്ങിയ പ്രിവൻറ്റീവ് വർക്കിലെടുത്തിട്ട് ഇവർ ഒരു കാരണവശാലും പുറത്തിറങ്ങാത്ത ലെവലിലേക്കുള്ള ജയിലിടാനുള്ള സംവിധാനങ്ങൾ നിശ്ചയിക്കുന്നുണ്ട്. പ്രോപ്പർ ഫോളോ അപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു കേസ് പിടിച്ച് അവിടെ ഒന്നും നിർത്തുന്നില്ല. പ്രോപ്പർ ഫോളോ അപ്പിന് വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ പോലീസ് എടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിയിലായവരിൽ പലരും ലഹരി ഇടപാടുകളിലെ പ്രധാന കണ്ണികളാണ്. സംസ്ഥാനത്തിന് വെളിയിൽ നിന്നുള്ള ലഹരി ഒഴുക്ക് തടയുന്നതിനുള്ള ഊർജിത ശ്രമങ്ങൾ ഫലം കണ്ടുവരുന്നതായും പൊതുസമൂഹത്തിൻ്റെ വലിയ പിന്തുണ ലഭിക്കുന്നതായും കോട്ടയം SP കൂട്ടിച്ചേർത്തു. പോലീസിനൊപ്പം എക്സൈസ് വകുപ്പിൻ്റെ ഊർജിതമായ പരിശോധനകളിലൂടെയും ഒരാഴ്ചയ്ക്കിടെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 10-ലധികം പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ലഹരി ഇടപാട് കേസുകളിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നവരെ നിരീക്ഷിക്കുകയും വിദ്യാലയങ്ങളുടെ പരിസരങ്ങളിലും യുവാക്കൾ ഒത്തുചേരുന്ന സ്ഥലങ്ങളിലും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയുമാണ് പോലീസും എക്സൈസ് വകുപ്പും ലക്ഷ്യമിടുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. വടക്കൻ കേരളത്തിൽ തിങ്കളാഴ്ച മുതൽ മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തിങ്കളാഴ്ച കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 30 വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. രേഷ്മ ചേരുകയാണ് ഒരിക്കൽ കൂടി വിവരങ്ങളുമായി. രേഷ്മ, വീണ്ടും കാലവർഷം സംസ്ഥാനത്ത് ശക്തമാകുന്ന സൂചനകൾ തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. എങ്ങനെയാണ് നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ? തീർച്ചയായും മഴ ഇന്നു മുതൽ ശക്തമാവുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് വടക്കൻ കേരളത്തിൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെയും മറ്റന്നാളും, അതായത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമാണ് മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. ഓറഞ്ച് അലേർട്ടാണ് തിങ്കളാഴ്ച കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ മഴയ്ക്കൊപ്പം മിന്നലും കാറ്റും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്കുൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിലവിൽ ട്രോളിംഗ് ആയതുകൊണ്ട് തന്നെ വലിയ ബോട്ടുകൾ ഉൾപ്പെടെ കടലിലേക്ക് പോകുന്നില്ല. എന്നിൽ പോലും നിലവിൽ തോണികൾ ഉൾപ്പെടെ പോകരുതെന്നും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഇത്തവണ ജൂൺ ആദ്യവാരം മുതൽ മഴ കുറവായിരുന്നു. അതിൻ്റേതായ പ്രശ്നങ്ങൾ കൃഷിക്ക് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടെന്നായിരുന്നു കർഷകർ പറയുന്നത്. ഞാറ്റുവേല, നടി ഉത്സവം ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പോലും മഴ ശക്തമായില്ലെന്നുള്ള ഒരു പരാതിയാണ് കർഷകർ ഉൾപ്പെടെ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം വരും ദിവസങ്ങളിൽ ഈ മഴ ശക്തമാകുന്നുള്ളത് ആശ്വാസകരമാണെന്നാണ് കർഷകർ ഉൾപ്പെടെ പറയുന്നത്. അതേസമയം മഴയ്ക്കൊപ്പം തന്നെ ഈ മലയോര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ മഴ ശക്തമാകുന്നത് ആശങ്കയ്ക്കും കാരണമാകുന്നുണ്ട്. നമുക്കറിയാം, വിലങ്ങാട് ഉൾപ്പെടെയുള്ള മേഖലയിൽ കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ പാലം ഒലിച്ചു പോവുകയും വെള്ളപ്പൊക്കത്തിന് സമാനമായ കുത്തൊഴുക്കാണ് ഇവിടെ പുഴയിൽ ഉണ്ടായിരുന്നത്. ഇതൊരു ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. അതേസമയം തന്നെ ഞായറാഴ്ച ഓറഞ്ച് അലേർട്ടാണ് ഈ വടക്കൻ കേരളത്തിലെ 3-4 ജില്ലകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടുതൽ ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് പരക്കെ മഴ ശക്തമാകുന്നു. വടക്കൻ കേരളത്തിൽ ഓറഞ്ച് അലേർട്ടാണ്. 3 ജില്ലകളിൽ ജാഗ്രത പാലിക്കുക, സുരക്ഷിതരായിരിക്കുക. UDF സർക്കാർ ബജറ്റ് പുതുക്കിയപ്പോൾ കാസർഗോഡ് നീലേശ്വരം നഗരസഭയുടെ വികസന ഫണ്ടിനുണ്ടായത് വലിയ തിരിച്ചടിയാണ്. നഗരസഭയുടെ വികസന ഫണ്ട് 5,78,00,000 നിന്ന് 1,72,00,000 വെട്ടിക്കുറച്ചിരിക്കുകയാണ് VD സതീശൻ സർക്കാർ. വികസന ഫണ്ട് 70% കുറച്ചത് DPC അംഗീകാരം നേടിയ നഗരസഭയുടെ വികസന പദ്ധതികളെ നിർജീവമാക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ആരോപിക്കുന്നു. 2026 ജനുവരിയിൽ സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച വാർഷിക ബജറ്റിൽ നീലേശ്വരം നഗരസഭയ്ക്ക് അനുവദിച്ചിരുന്നത് 5,78,06,000 രൂപയുടെ വികസന ഫണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നീലേശ്വരം നഗരസഭ വാർഷിക പദ്ധതി തയ്യാറാക്കി ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം നേടിയെടുത്ത് പദ്ധതി പ്രവർത്തനങ്ങളിലേക്ക് കടക്കവെയാണ് UDF സർക്കാരിന്റെ പുതുക്കിയ ബജറ്റിലുണ്ടായ വൻ രീതിയിലുള്ള വികസന ഫണ്ട് കുറക്കൽ നഗരസഭയ്ക്ക് തിരിച്ചടിയായി മാറിയത്. VD സതീശൻ
സർക്കാരിന്റെ പുതുക്കിയ ബജറ്റിലൂടെ 4,05,72,000 രൂപയുടെ കുറവാണ് നഗരസഭയുടെ വികസന ഫണ്ടിലുണ്ടായത്. ഇത് കാരണം കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരമേഖലകളുടെ വികസനം, ഏറ്റെടുക്കേണ്ട റോഡുകളുടെ പ്രവൃത്തികൾ തുടങ്ങിയവ പാതി വഴിയിലാകും. പശ്ചാത്തല ഉൽപാദനം, വികസനക്ഷേമ മേഖലകളിൽ വിവിധ പദ്ധതികൾ ഈ സാഹചര്യത്തിൽ ഒഴിവാക്കേണ്ടി വരുമെന്ന് നഗരസഭാ ചെയർമാൻ മുഹമ്മദ് റാഫി പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഈ പണം മുൻനിർത്തിക്കൊണ്ട് നഗരസഭ പദ്ധതികൾ തയ്യാറാക്കുകയും ആ പദ്ധതിക്ക് DPC അംഗീകാരം, ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം തേടി പദ്ധതികൾ നടപ്പിലാക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഇപ്പോൾ പുതിയ സർക്കാരിൻ്റെ പുതിയ ബജറ്റ് ഇവിടെ അവതരിപ്പിച്ചത്. ഇപ്പോൾ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ തുടങ്ങുന്ന സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തീർത്തും നിർവീര്യരാക്കുന്ന നിലപാട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണ്. കേന്ദ്രവിഹിതമായ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൽ സർക്കാർ വർധനവ് വരുത്തിയിട്ടുണ്ട്. എന്നാൽ കേന്ദ്രവിഹിതം 50% നിർബന്ധമായും ശുചിത്വം, കുടിവെള്ളം പദ്ധതികൾക്കായി വിനിയോഗിക്കണമെന്നാണ് വ്യവസ്ഥ. നീലേശ്വരം നഗരസഭയ്ക്ക് കീഴിലുള്ള താലൂക്ക് ആശുപത്രി, ഹോമിയോ ആശുപത്രി എന്നിവിടങ്ങളിലേക്ക് മരുന്ന് എത്തിക്കുന്നതിലുൾപ്പെടെ വികസന ഫണ്ട് വെട്ടിച്ചുരുക്കൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന ആശങ്ക ഉയർത്തുന്നു. കൃഷിക്ക് ഉപയോഗിക്കേണ്ട പൈസ ഇതാണ്, മൃഗസംരക്ഷണത്തിന് ഉപയോഗിക്കേണ്ട പൈസ ഇതാണ്, ക്ഷീരസംരക്ഷണം, അതുപോലെ തന്നെ ആരോഗ്യ മേഖല. അത് മാത്രമല്ല, പുതിയ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ പുതുതായി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അതിന് കൂടി ഉപയോഗിക്കേണ്ട പണമാണിത്. ഇപ്പോൾ പുതിയ റോഡുകൾ നിർമ്മിക്കണമെങ്കിൽ, ഏതെങ്കിലും റോഡ് പഴയ കട്ട് റോഡുകൾക്ക് പുതിയ ടാറിടണമെങ്കിൽ, ഇങ്ങനെ എന്തിനും ചെലവഴിക്കാൻ പറ്റുന്ന തുകയാണ് ഈ വെട്ടിക്കുറച്ചിരിക്കുന്നത്. വികസന ഫണ്ടിന് പുറമെ നഗരസഭയുടെ പട്ടികജാതി വികസന ഫണ്ടും VD സതീശൻ സർക്കാർ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. പട്ടികജാതി വികസന ഫണ്ട് 75,58,000 രൂപയുണ്ടായത് 64,25,000 രൂപയായി കുറഞ്ഞു. അമൃത ന്യൂസ്, കാസർഗോഡ്. തൃക്കാക്കര തൂതിയൂരിൽ യാത്രാഭീഷണിയായി 25 അടി താഴ്ചയുള്ള വൻഗർത്തം. സമീപത്തെ സ്വകാര്യ ഫ്ളാറ്റ് ഉടമകൾ അനധികൃതമായി മണ്ണെടുത്തതാണ് അപകടാവസ്ഥയ്ക്ക് കാരണമെന്ന് വാർഡ് കൗൺസിലർ ആരോപിക്കുന്നു. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ പരിസരത്ത് പ്രവർത്തിക്കുന്നുണ്ട്. സൈക്കിൾ ചവിട്ടുന്നതിനിടെ 30 അടി താഴ്ചയിലേക്ക് വീണ് സ്കൂൾ വിദ്യാർത്ഥിനി മരണപ്പെട്ടതിന്റെ ഞെട്ടൽ തൃക്കാക്കരയ്ക്ക് വിട്ടുമാറിയിട്ടില്ല. തുതിയൂരിൽ സമാനമായ മറ്റൊരു ഗർത്തമാണ് ഇപ്പോൾ ഭീഷണി സൃഷ്ടിക്കുന്നത്. ജില്ലാ ജയിലിൽ നിന്നും ആദർശ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് ഈ ഗർത്തം. സമീപത്തെ ഫ്ളാറ്റ് ഉടമകൾ അശാസ്ത്രീയമായി മണ്ണെടുത്തതാണ് ഇത്രയും വലിയ അപകടക്കണി ഉണ്ടാകാൻ കാരണം. തൊട്ടടുത്ത സ്കൂളിലേക്ക് വെറും 20 മീറ്റർ താഴെ മാത്രമാണ് ദൂരം. മഴ കനത്താൽ കൂടുതൽ മണ്ണിടിഞ്ഞു പോകാനുള്ള സാധ്യതയുമുണ്ട്. അടിയന്തരമായിട്ട് ഇതിന് ഒരു സംരക്ഷണ ഭിത്തി പോലെ, പൈപ്പ് പോലെ എന്തെങ്കിലും ജനങ്ങൾ, ഒരാൾ താഴത്തോട്ട് പോകാതെ ഒരു രക്ഷാകവചം, അതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യേണ്ടത് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നാണെങ്കിൽ അതിന് നടപടിയെടുക്കാം, അല്ലെങ്കിൽ ഫ്ലാറ്റ് ഉടമകളും അതിൻ്റെ അസോസിയേഷൻ ഭാരവാഹികളും കൂടി ഇടപെട്ട് ഇത് അടിയന്തരമായിട്ട് ചെയ്യണമെന്നാണ് നമ്മൾ പറയണത്. നേരത്തെ ഇതിൽ കൂടുതൽ 5 അടിയോളം ഉണ്ടായെന്ന് പറയണം. അത് ഇടിച്ചെടുത്തെന്നാണ് ഇവിടെയുള്ള ആളുകളോട് അന്വേഷിച്ചപ്പോൾ പറയണത്. സ്ഥലം ഉണ്ടായിരുന്നു, അവരവരുടെ വാഹന സൗകര്യത്തിന് വേണ്ടി ആ ഭാഗം ഇടിച്ച് മണ്ണ് JCBക്ക് എടുത്തെന്നാണ്. ഇവിടെ ഒരു മരമൊക്കെ ഉണ്ടായിരുന്നു, ഇതിലും കൂടുതൽ മരങ്ങളുണ്ടായി, അതെല്ലാം ഇടിച്ചെടുത്ത് അവരുടെ വാഹന സൗകര്യം കൂടുതൽ പോകാൻ വേണ്ടി എടുത്തത്. 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ദിവസേന ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത്. ഇരുവശത്തു നിന്നും വാഹനങ്ങൾ കൂടി വരുമ്പോൾ അപകട സാധ്യതയും വർദ്ധിക്കുന്നു. അമൃത ന്യൂസ്, കൊച്ചി. 2 പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ മലപ്പുറം കോട്ടയ്ക്കൽ പുത്തൂർ ചൈനക്കൽ ബൈപ്പാസ് പദ്ധതിക്ക് വീണ്ടും ജീവൻ വയ്ക്കുന്നു. സംസ്ഥാന ബജറ്റിൽ 5 കോടി രൂപ കൂടി അനുവദിച്ചതോടെ പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് നാട്ടുകാർ. 20 വർഷം മുൻപ് നിർമ്മാണം തുടങ്ങി പാതി വഴിയിൽ നിലച്ചുപോയ കോട്ടക്കൽ പുത്തൂർ ചരക്കൽ ബൈപ്പാസിനാണ് ഒടുവിൽ ശാപമോക്ഷമാകുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ബജറ്റിൽ വെറും ടോക്കൺ തുക മാത്രമായിരുന്നു ആദ്യം അനുവദിച്ചത്. എന്നാൽ ശക്തമായ പ്രതിഷേധമുയർന്നതോടെ ബജറ്റ് മറുപടി പ്രസംഗത്തിൽ പദ്ധതിക്കായി 5 കോടി രൂപ അടിയന്തരമായി അനുവദിക്കുകയായിരുന്നു. നിലവിൽ 3 റീച്ചുകളുള്ള പദ്ധതിയിൽ പുത്തൂരിൽ നിന്നും കാവതിക്കളം വരെയും കുറ്റിപ്പുറംകാവ് ക്ഷേത്രം വരെയുമുള്ള 2 ഘട്ടങ്ങൾ നേരത്തെ പൂർത്തിയായിരുന്നു. ഇവിടെ നിന്നും ദേശീയപാതയിലേക്ക് എത്തുന്ന ചെനക്കൽ വരെയുള്ള 3ാം ഘട്ടമാണ് വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്നത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കോട്ടക്കലിലെ ഗതാഗതക്കുരുക്കിന് വലിയൊരളവോളം ആശ്വാസമാകും. പണി തീരുകയാണെങ്കിൽ നല്ല സൗകര്യമായിരുന്നു. കോട്ടക്കലിൽ തിരക്ക് ഒഴിവാക്കണമെങ്കിൽ ഇത് ബൈപ്പാസ് ചാലുവായാൽ നല്ല സുഖമായിരിക്കും. ഈ റോഡ് തന്നെ വന്നതാണ് ഈ നാടിൻ്റെ വികസനം.
അപ്പോൾ ഇതും കൂടി അങ്ങോട്ട് ആയിട്ടുണ്ടെങ്കിൽ വളരെ നല്ല സൗകര്യങ്ങൾ. ഈ റോഡ് വന്നാൽ കോട്ടയ്ക്കൽ ഇത് വലിയ തിരക്കുണ്ടാവില്ല. അപ്പം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ വാഹനങ്ങൾ കൂടുതലാവുമ്പോൾ തിരക്കെങ്ങനെയും ഉണ്ടാവും. പക്ഷേ എന്നാലും ഒരുപാട് സൗകര്യങ്ങൾ കൂടും. പദ്ധതി മുടങ്ങിക്കിടന്നിരുന്നത് ബൈപ്പാസിനായി ഭൂമി വിട്ടു നൽകിയവർക്കും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. സർവേ നടപടികൾ പൂർത്തിയായെങ്കിലും ഉടമകൾക്ക് നഷ്ടപരിഹാരം ലഭിച്ചിരുന്നില്ല. പദ്ധതിക്കായി സർക്കാർ പണം അനുവദിച്ചതോടെ എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. അമൃത ന്യൂസ്, മലപ്പുറം. കോന്നി ആനത്താവളത്തിലെ കരിവീരന്മാരുടെ വിശപ്പടക്കാൻ പോഷകസമൃദ്ധമായ തീറ്റപ്പുല്ലാണ് ഉപയോഗിക്കുന്നത്. പത്തനംതിട്ട മണ്ണീറയിൽ വനംവകുപ്പിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന തീറ്റപ്പുൽ കൃഷി ഇന്ന് വൻ വിജയമായി മാറിയിട്ടുണ്ട്. ഹൈ വോൾട്ടേജ് ലൈനുകൾക്ക് താഴെയുള്ള വനഭൂമി എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാമെന്നതിന്റെ മികച്ച മാതൃകയാണ് മണ്ണീറയിലെ ഈ പച്ചപ്പുൽത്തോട്ടം. പച്ചപ്പട്ടുടുത്ത പോലെ മനോഹരമായ ഈ കാഴ്ച പത്തനംതിട്ട മണ്ണീറയിലേതാണ്. കോന്നി ആനത്താവളത്തിലെ കരിവീരന്മാർക്ക് വയറു നിറയെ ഉണ്ണാനാണ് ഇവിടെ പുല്ല് വളർത്തുന്നത്. ദിവസേന 950 കിലോ പുല്ലാണ് ഗജവീരന്മാർക്കായി ഇവിടെ നിന്നും കയറ്റി അയക്കുക. വനം വകുപ്പിന്റെ മേൽനോട്ടത്തിൽ വനജ്യോതി സ്വാശ്രയ സംഘം മണ്ണീറയിൽ ചെയ്യുന്ന തീറ്റപ്പുൽ കൃഷി ഇന്ന് കോന്നി ആനത്താവളത്തിന്റെ ജീവനാഡിയാണ്. BSSന്റെ കീഴിലുള്ള സ്വാശ്രയ സംഘമാണ്. അത് വനം വകുപ്പിന്റെ സെക്രട്ടറിയാണ് ഇതിനും പിന്നെ BSSന്റെ കമ്മിറ്റി അംഗവും പ്രസിഡന്റുമാരുമാണ് ഇത് നിയന്ത്രിക്കുന്നത്. അപ്പം അവരെ ഇത് വെച്ചിട്ട് ഒരു മാസം തോറുമുള്ള അവരുടെ ആ ശമ്പളം കൂട്ടുന്നത്, ആനക്കൂട്ടിലെ ശമ്പളം അവരുടെ അക്കൗണ്ടിലാണ് വരുന്നത്. 2013 ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. മണ്ണീറ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തുകൂടി കടന്നുപോകുന്ന മൂഴിയാർ പോത്തൻകോട് 220 kV ഹൈ വോൾട്ടേജ് ലൈനിന് താഴെയുള്ള ഭൂമി ഇതിനായി തിരഞ്ഞെടുത്തു. തുടക്കത്തിൽ 5 ഹെക്ടറിൽ ആരംഭിച്ച കൃഷി ഇന്ന് 8 ഹെക്ടറിലായി വ്യാപിപ്പിച്ചു കഴിഞ്ഞു. ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തോടെ ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളെ നമ്മളെ ഏൽപ്പിച്ചിരുന്നു. ആ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ഭംഗിയായി നിറവേറ്റാൻ സാധിച്ചു. അതിന് തൊഴിലാളികളുടെ എല്ലാം നല്ല സഹകരണങ്ങളുണ്ടായി. വനസംരക്ഷണ സമിതിയുടെ നിയന്ത്രണത്തിലുള്ള വനജ്യോതി സ്വാശ്രയ സംഘത്തിലെ 12 അംഗങ്ങളുടെ കഠിനാധ്വാനമാണ് ഈ പച്ചപ്പിന് പിന്നിൽ. വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്നും കൃഷിയെ സംരക്ഷിക്കാൻ ഇവിടെ സോളാർ വേലികളും സ്ഥാപിച്ചിട്ടുണ്ട്. പൂർണ്ണമായും ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഈ പച്ചപ്പ് നിലനിർത്തുന്നത്. രാവിലെ ഞങ്ങൾ ലോഡ് വിടുന്നത് രാവിലെ, വൈകിട്ട് ഇപ്പോൾ കുറച്ചേ വിടത്തുള്ളൂ, 10 കെട്ടിനൊക്കെ വിടത്തുള്ളൂ. ബാക്കി 36 കെട്ട വേണ്ടി, ബാക്കി കെട്ട് ഞങ്ങൾ രാവിലെ വെട്ടി ലോഡ് ചെയ്ത് ആനക്കൂട്ടിലേക്ക് വിടും. പുലർച്ചെ തുടങ്ങുന്ന അധ്വാനത്തിന് അനുസൃതമായി വേതനം കിട്ടുന്നില്ല എന്ന പരാതിയുണ്ടെങ്കിലും കാടിന്റെ മധ്യത്തിൽ വന്യമൃഗങ്ങളോട് പൊരുതി പച്ചപ്പ് വിളയിക്കുന്ന ഈ മനുഷ്യർ കോന്നിയുടെ കരിവീരന്മാർക്ക് മാത്രമല്ല വനസംരക്ഷണത്തിൽ ജനപങ്കാളിത്തം എങ്ങനെ ഉറപ്പാക്കാമെന്നതിനും ഒരു മാതൃകയാവുകയാണ്. ക്യാമറമാൻ രതീഷ് മഡ്ബിഷലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും കാണാതായ 3 കുട്ടികളെയും വയനാട് വടുവഞ്ചാലിൽ നിന്നും കണ്ടെത്തി. ഒരു കുട്ടിയെ ചിത്രഗിരിയിൽ നിന്നും 2 കുട്ടികളെ പാടിവയലിൽ നിന്നുമാണ് കണ്ടെത്തിയത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കും പ്രദേശത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയും +1 പ്രവേശനത്തിനായി കാത്തിരിക്കുന്ന 2 ആൺകുട്ടികളെയുമാണ് കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ നിന്നും കാണാതായത്. വിലങ്ങാട് വനത്തിൽ കാണാതായ 3 പേരെയും കണ്ടെത്തിയിട്ടുണ്ട്. വാളുക്കത്തായ കുത്ത് എന്ന സ്ഥലത്ത് നിന്നാണ് വനംവകുപ്പ് സംഘം 3 പേരെയും കണ്ടെത്തിയത്. വടകര ചേറോട് സ്വദേശികളാണെന്നാണ് പ്രാഥമിക നിഗമനം. 3 പേരെയും വിശദമായി ചോദ്യം ചെയ്യുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. പശ്ചിമേഷ്യ വീണ്ടും ഒരു ചെറിയ സംഘർഷങ്ങളിലേക്കൊക്കെ നീങ്ങുന്ന സാഹചര്യം. സ്വാഭാവികമായും അന്താരാഷ്ട്ര വിപണിയിലും രാജ്യത്തെ വിപണിയിലും എങ്ങനെയായിരിക്കും പ്രതിഫലനം? നേരിയ ഒരു നേട്ടത്തിലാണ് കഴിഞ്ഞ ആഴ്ച വിപണിയിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇതോടെ ഈ ഒരു മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ വിപണിയിൽ വ്യാപാരം അവസാനിക്കുകയും ചെയ്തു. 24,000-ന് മുകളിലാണ് മുൻനിര സൂചിയായ നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിപ്പിച്ചത്. വരും ദിവസങ്ങളിലും വിപണിയിൽ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ തുടരാനും ഒപ്പം തന്നെ നേരിയ തോതിലെങ്കിലും നിക്ഷേപ താല്പര്യം തുടരാനും തന്നെയാണ് സാധ്യത. US ഇറാൻ സമാധാന കരാറുമായി ബന്ധപ്പെട്ടും എണ്ണവിലയിലുണ്ടായിട്ട് വലിയൊരു കയറ്റത്തിൽ നിന്നും ഈ അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഇടിവും എല്ലാം വിപണിയിൽ പ്രതിഫലിച്ചു കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. ഇനി വിപണിയെ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്വാധീനിക്കുക കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ തന്നെയായിരിക്കും.
ഈ ആദ്യപാദത്തെ പ്രവർത്തന ഫലങ്ങൾ അടുത്ത മാസം മുതൽ വന്നു തുടങ്ങും. അതിൻ്റെ ഒരു പുരോഗമനത്തിനനുസരിച്ചുള്ള നീക്കമായിരിക്കും ഇനി വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. മറ്റ് ആഗോള വിപണിയിലെ നീക്കങ്ങളും ഒരു പരിധിവരെ വിപണിയെ സ്വാധീനിച്ചേക്കും. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വിപണിയിലെ നീക്കത്തിൽ നിർണായകം തന്നെയായിരിക്കും. വരും ദിവസങ്ങളിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഗണ്യമായ രീതിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വിൽപ്പനയുടെ തോത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും വരും നാളുകളിലും ആ വിൽപ്പനയുടെ തോത് കുറയുകയോ അല്ലെങ്കിൽ നേരിയ തോതിലെങ്കിലും നിക്ഷേപത്തിലേക്ക് നീങ്ങുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതും വിപണിയെ മുന്നോട്ട് നയിക്കുന്നതിന് പ്രേരകമായി പ്രവർത്തിക്കുകയും ചെയ്യും. കഴിഞ്ഞ ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ വിപണിയെ പിന്നോട്ട് നയിച്ച പ്രധാനപ്പെട്ട ഒരു മേഖല IT മേഖല തന്നെയാണ്. കഴിഞ്ഞ ദിവസം US വിപണിയിലും IT മേഖലയിൽ വലിയൊരു വിൽപ്പന പ്രകടമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു മേഖലയിൽ വിൽപ്പന തുടരുകയാണെങ്കിൽ അതും വിപണിയെ പിന്നിലേക്ക് നയിക്കുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്യും. എന്തായാലും വരുന്ന ആഴ്ചയിലും വിപണിയിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വിപണിയിലുള്ളത്. 24,200 എന്നുള്ള നിലവാരമായിരിക്കും മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് ഏറ്റവും പ്രധാനം. ആ ഒരു നിലവാരം അടുത്തിടെ ഭേദിച്ച് വ്യാപാരം നടക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അത് ഭേദിച്ച് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ തുടർച്ചയായ ഒരു നേട്ടം വിപണിയിൽ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. എന്തായാലും വിപണിയിൽ കയറ്റിറക്കങ്ങളോടെയുള്ള ഒരു നീക്കം തന്നെയായിരിക്കും വരുന്ന ആഴ്ചയിലും പ്രതീക്ഷിക്കുന്നത്. നന്ദി ശ്രീധരൻ. ഒരു കല്യാണം എത്തിയാൽ അതിൻ്റെ ഏതൊക്കെ തലങ്ങളിൽ ഏതൊക്കെ മേഖലകളിൽ എന്തെല്ലാം വ്യത്യസ്തതകൾ ഉണ്ടാക്കാം, പ്രത്യേകതകൾ ഉണ്ടാക്കാമെന്നൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഒരാളെ നമുക്ക് പരിചയപ്പെടാം. മകൻ്റെ വിവാഹ ക്ഷണക്കത്തിൽ മാജിക് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് കോഴിക്കോട് സ്വദേശിയായ ലത്തീഫ്. ചടങ്ങിൽ പങ്കെടുക്കുന്നവരെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ക്ഷണക്കത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. ന്യൂജൻ വിവാഹ ക്ഷണക്കത്തുകളെ കവച്ചുവെട്ടുന്ന പുതിയൊരു ആശയമായാണ് കോഴിക്കോട് സ്വദേശി ലത്തീഫ് എത്തിയിരിക്കുന്നത്. കുട്ടിക്കാലം ഓർമ്മിപ്പിക്കുന്ന സ്ലേറ്റിലാണ് ലത്തീഫ് മകൻ വിശാലിന്റെ വിവാഹ ക്ഷണക്കത്ത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്ഷണക്കത്തിനൊപ്പം ചോക്കും പെൻസിലും കൂടി ഇവർ സമ്മാനമായി നൽകുന്നുണ്ട്. പുതിയൊരു ആശയം മനസ്സിലുദിച്ചപ്പോൾ തന്നെ പല സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ചെങ്കിലും രാജസ്ഥാനിൽ നിന്നാണ് അദ്ദേഹം 1000 ക്ഷണക്കത്തുകൾ എത്തിച്ചത്. അപ്പോൾ എൻ്റെ മകൻ്റെ കല്യാണത്തിന് എന്തെങ്കിലും വ്യത്യസ്തത കൊണ്ടുവരണമെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ ഒരു സ്ലേറ്റിലേക്ക് എത്തിപ്പെട്ടത്. പിന്നെ പ്ലാസ്റ്റിക് കയ്യിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളൊരു മോഡൽ ഉണ്ടാക്കുക എന്നുള്ളത് കൺസെപ്റ്റിൽ അന്വേഷിച്ചു. അപ്പം കേരളത്തിലെവിടെ ഈ സാധനം ഉണ്ടാക്കുന്നില്ല. അങ്ങനെയാണ് രാജസ്ഥാനിൽ ഈ സാധനം ഇപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞിട്ട് അവിടെ പോയി അവിടുത്തെ ഇതൊക്കെ നോക്കി അവിടെ നിന്നാണ് ഇത് സംഘടിപ്പിച്ചത്. 1000 എണ്ണം സംഘടിപ്പിച്ചു. അങ്ങനെ ഇവിടെ എത്തിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. വീട്ടിൽ കല്യാണം ക്ഷണിക്കാൻ പോകുമ്പോൾ കത്ത് ആദ്യം വായിക്കുക അവിടുത്തെ മുതിർന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ചെറുപ്പകാലവും അവർ പറയും, എന്നോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, അവർ തറാപ്പന എന്നൊക്കെ എഴുതി പഠിച്ച കാര്യവും അവരാ വീട്ടിലെ ചെറിയ കുട്ടികളൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു സന്തോഷമായിട്ട് തോന്നി എനിക്ക്. വിവാഹ ക്ഷണക്കത്തുകളുടെ ശേഖരത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയ മലയാളി കൂടിയാണ് ലത്തീഫ്. ക്യാമറമാൻ ദീപുവിനൊപ്പം ലക്ഷ്മിപ്രിയ, അമൃത ന്യൂസ്, കോഴിക്കോട്. ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് I മത്സരത്തിൽ നോർവേക്കെതിരെ ഫ്രാൻസിന് ഗംഭീര ജയം. ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 1-4 ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ നോക്കൌട്ട് പ്രവേശനം. ഫ്രാൻസിന് വേണ്ടി ഉസ്മാൻ ഡെംബലെ ഹാട്രിക്കും ഡിസൈർ ഡാവ് 1 ഗോളും നേടി. നോർവേക്ക് വേണ്ടി തേലോ ആസ്ഗാർഡാണ് ഗോൾ സ്കോർ ചെയ്തത്. ജയത്തോടെ ഫ്രാൻസ് 9 പോയിന്റായി. ഇതോടെ ഗ്രൂപ്പ് ജേതാക്കളായി ഫ്രാൻസ് നോക്കൌട്ടിലെത്തി. 6 പോയിന്റുമായി നോർവേ 2ാം സ്ഥാനക്കാരായി നോക്കൌട്ടിൽ എത്തി. ഫിഫ വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് I പോരാട്ടത്തിൽ ഇറാഖിനെതിരെ സെനഗലിന് തകർപ്പൻ ജയം. എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് സെനഗൽ വിജയിച്ചത്. സെനഗലിന് വേണ്ടി പാപ്പെ ഗുയേയ 2 ഗോളുകൾ നേടി. ഹബീബ് ഡയോറ, ഇസ്മയിൽ അസാർ, ലീമാൻ ഇന്ത്യായെ എന്നിവർ 1 ഗോൾ വീതവും സ്കോർ ചെയ്തു. വിജയത്തോടെ സെനഗലിന് 3 പോയിന്റായി. ഗ്രൂപ്പ് Iയിൽ 3ാം സ്ഥാനത്തുള്ള സെനഗൽ നോക്കൌട്ട് സാധ്യത നിലനിർത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങളെല്ലാം പൂർത്തിയായ ശേഷമേ സെനഗലിന്റെ സാധ്യത വ്യക്തമാവുകയുള്ളൂ. മികച്ച 8 3ാം സ്ഥാനക്കാർക്ക് നോക്കൌട്ടിലേക്ക് മുന്നേറാൻ സാധിക്കും. ഗ്രൂപ്പ് Hൽ ചാമ്പ്യന്മാരായി സ്പെയിൻ ഉറുഗ്വയെ എതിരില്ലാത്ത 1 ഗോളിനാണ് തോൽപ്പിച്ചത്. അലക്സ് ബയേനെയാണ് ഗോൾ നേടിയത്. സൗദി അറേബ്യയുമായുള്ള മത്സരം സമനിലയിലായതോടെ കേപ്പ് വെർദെ ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായി നോക്കൌട്ട് ഉറപ്പിച്ചു. ആദ്യ ലോകകപ്പിൽ നോക്കൌട്ടിലെത്തിയ ചരിത്ര നേട്ടത്തിലാണ് കേപ്പ് വെർദെ. തോൽവി അറിയാതെയാണ് കേപ്പ് വെർദെ ഈ നേട്ടം സ്വന്തമാക്കിയത്. കളിച്ച 3 കളികളും സമനിലയിലായിരുന്നു. തോൽവിയോടെ ഉറുഗ്വയെ പുറത്തായി. ലോകകപ്പ് ഫുട്ബോൾ ആവശ്യം ജില്ലാ പഞ്ചായത്ത് ഹാളിലേക്ക്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളാണ് ഫുട്ബോൾ ആവശ്യം നെഞ്ചിലേറ്റി വിവിധ ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ് ജില്ലാ പഞ്ചായത്ത് യോഗത്തിന് എത്തിയത്.
ലോക ജനതയുടെയാകെ ശ്വാസം നിറച്ച തുകൽപന്ത് തട്ടാൻ അവർ മറന്നു. മെസ്സിയും നെയ്മറും റൊണാൾഡോയും ഒന്നിച്ചിരുന്ന കുട്ടനാടിൻ്റെ ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. കളക്ട്രേറ്റ് വളപ്പിലെ ജില്ലാ പഞ്ചായത്ത് ഹാളായിരുന്നു ഈ മത്സരവേദി. കളി നിയന്ത്രിച്ചതാകട്ടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ മഹേന്ദ്രനും. ഡ്രിബ്ലിങ്ങുകൾക്കും ടാക്കിലുകൾക്കും പാസുകൾക്കും പകരമായി കുടിവെള്ളവും തീരദേശ മേഖലയും സാംക്രമിക രോഗവ്യാപനവും. ആലപ്പുഴയുടെ ജീവൽ പ്രശ്നങ്ങൾ പലതിനും ഗോൾ വലയിൽ തീർപ്പായി. ഇടതും വലതും ഇരുന്നവരിൽ മെസ്സിയും നെയ്മറും ഉണ്ടായിരുന്നെങ്കിലും അവരുടെ ആശയവും ആദർശവും ദൃഢമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് ലോക ഫുട്ബോളിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഇതിലെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾക്കെല്ലാം തന്നെ ഓരോ ടീമിനോടും താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മുൻകൂട്ടി പറഞ്ഞു, ഏത് ടീമിനോടാണ് താല്പര്യം, ആ ടീമിലെ താല്പര്യമുള്ളവർ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണമെന്നുള്ളതാണ്. ആ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഇന്ന് എല്ലാ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് യോഗത്തിലേക്ക് ഇഷ്ട ടീമിന്റെ ജേഴ്സി അണിഞ്ഞെത്തണമെന്ന് അംഗങ്ങൾക്ക് ഭരണസമിതി മുൻകൂട്ടി നിർദ്ദേശം നൽകിയിരുന്നു. ഭരണ പ്രതിപക്ഷ അംഗങ്ങളും ജീവനക്കാരും ഫുട്ബോൾ ജേഴ്സിയിലെത്തിയതോടെ ജില്ലാ പഞ്ചായത്ത് ഹാൾ കാൽപന്ത് കളിയുടെ ആവേശത്തിലായി. അർജന്റീന ആരാധകരായിരുന്നു അധികവും. ബ്രസീൽ ആരാധകരും കട്ടയ്ക്ക് കൂടെ പിടിച്ചപ്പോൾ 2 പോർച്ചുഗൽ ആരാധകരും തങ്ങളുടെ കരുത്ത് കാട്ടി. യോഗ നടപടികൾ പൂർത്തിയായതോടെ മുന്നണി ഒന്നെങ്കിലും രാഷ്ട്രീയം മറന്ന ഇഷ്ട ടീമിൻ്റെ വിജയത്തിനു വേണ്ടി അവർ ആർത്തു വിളിച്ചു. ഒരു വലിയ സന്ദേശവും പകർന്നു നൽകിക്കൊണ്ട്. കാൽപന്ത് കളിയിൽ ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ അതിനെ രാഷ്ട്രീയമാനം നൽകാതെ ഇങ്ങനെ ചേർത്ത് പിടിക്കണം. ലോകകപ്പ് ആരവങ്ങൾക്കിടയിലും രാഷ്ട്രീയ നൈതികതയുടെ ഉത്തമ മാതൃകയാണത്. ആരാധർശനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. മദ്യനയത്തിലെ VM സുധീരന്റെ അഭിപ്രായത്തെ പരിഹസിച്ച് മുൻ എക്സൈസ് മന്ത്രി കെ ബാബു. മുന്നണിയിൽ എല്ലാവർക്കും അഭിപ്രായമുണ്ടെന്നും മദ്യനയം ആവിഷ്കരിക്കാൻ UDFന് പ്രയാസമാണെന്നും കെ ബാബു പറഞ്ഞു. മദ്യനയത്തിൽ വിമർശിക്കുന്നവർ സർക്കാരിനെ സഹായിക്കുകയാണെന്നാണ് താൻ കരുതുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തനിക്കും ആ പിന്തുണ നല്ലവണ്ണം കിട്ടിയിട്ടുണ്ടെന്നും കെ ബാബു പരിഹസിച്ചു. മദ്യനയവുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റ് നിർദ്ദേശം ഫിനാൻസ് ബിൽ അവതരിപ്പിക്കുന്ന വേളയിൽ പിൻവലിക്കണമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരന്റെ ആവശ്യത്തോടായിരുന്നു കെ ബാബുവിന്റെ പ്രതികരണം. മദ്യനയം ആവിഷ്കരിക്കാൻ UDFന് ബുദ്ധിമുട്ടാകുമെന്ന് താൻ നേരത്തെ പറഞ്ഞതാണ്. ഓരോരുത്തർക്കും ഓരോ നയമാണ്. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാണ്. അവരെല്ലാം സർക്കാരിനെ സഹായിക്കുകയാണെന്നാണ് താൻ കരുതുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ആ പിന്തുണ നല്ലവണ്ണം കിട്ടിയിട്ടുണ്ടെന്നും കെ ബാബു പ്രതികരിച്ചു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഗവൺമെന്റിൽ ഉണ്ടായിരുന്ന സമയത്തും ചിലരെല്ലാം അവരവരുടെ നിലപാടുകളുമായിട്ട് വന്നു. അതിൻ്റെ ഒരു ആവർത്തനം ഇപ്പോൾ നടക്കുമ്പോൾ കഴിഞ്ഞ് എനിക്കിതിനകത്തൊരു അത്ഭുതമില്ല. കാരണം ഇത് നേരത്തെ ഞാൻ കുറേ അനുഭവിച്ചതാണ്. ഇപ്പോൾ ആ ആളുകളൊക്കെ തന്നെ പലരുമാണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകളാരും വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെല്ലാം ഗവൺമെന്റിനെ സഹായിക്കാൻ സജീവമായിട്ട് രംഗത്തുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുമെന്ന പ്രഖ്യാപനത്തെ വിമർശിക്കാൻ LDFന് ധാർമ്മികമായ അവകാശമില്ലെന്നും കെ ബാബു പറഞ്ഞു. മദ്യലഭ്യത കുറക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ സ്വീകരിച്ച നടപടികൾ 10 വർഷം കൊണ്ട് ഇല്ലാതായി. LDF സർക്കാർ കേരളത്തെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഹബ്ബാക്കി മാറ്റിയെന്നും കെ ബാബു കുറ്റപ്പെടുത്തി. കേരളത്തിൽ UDF ഗവൺമെന്റ് കാലത്ത് ഞങ്ങൾ കൊണ്ടുവന്ന മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കാനുള്ള എല്ലാ നടപടികളും കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഇല്ലാതായി. ഞങ്ങൾ ഇറങ്ങിപ്പോരുമ്പോൾ 28 30 ബാർ ഹോട്ടലുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഏകദേശം 1000 ബാർ ഹോട്ടലായി. അന്ന് പറഞ്ഞ ഒരു ന്യായം കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിക്കുന്നു, അതുകൊണ്ട് മദ്യത്തിൻ്റെ ലഭ്യത ഉണ്ടാകണം, അതുകൊണ്ടാണ് ബാർ തുറന്നതെന്നാണ് പറഞ്ഞ ന്യായം. പക്ഷേ പിന്നീട് കണ്ടത് കേരളത്തിൽ മദ്യവും ഒഴുകി മയക്കുമരുന്നിൻ്റെ ഹബ്ബായി കേരളം മാറുകയും ചെയ്തു. മദ്യനയം ആവിഷ്കരിച്ചിട്ടില്ലെന്നും നികുതി മാത്രമാണ് തീരുമാനിച്ചതെന്നും കെ ബാബു പറഞ്ഞു. ഇല്ലാതിരുന്ന മേഖലയിലേക്കാണ് നികുതി കൊണ്ടുവരുന്നത്. ഇതിന് തുടക്കം കുറിച്ചത് LDF ആണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്ത് മയക്കുമരുന്ന് മാഫിയ ശക്തമായ വേരോട്ടം നടത്തുമ്പോൾ ആ മാഫിയയുടെ വേരെടുക്കാൻ തൂഫാൻ പദ്ധതിക്ക് ആകുമോ? വനിതാ ജംഗ്ഷൻ പരിശോധിക്കുന്നു. നമസ്കാരം, വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം.
ലഹരി എന്ന മാരക വിപത്തിനെതിരെ ശ്രദ്ധേയമായ പോരാട്ടത്തിലാണ് കേരളം. ഓപ്പറേഷൻ തൂഫാനിൽ ലഹരിവേട്ട തുടരുകയാണ്. സംസ്ഥാന വ്യാപകമായ തോതിൽ മയക്കുമരുന്നിന്റെ പ്രത്യേകിച്ച് രാസലഹരിയുടെ പിടിയിലാണ്. കൗമാരക്കാരായ നമ്മുടെ കുട്ടികളാണ് ഇതിന്റെ പ്രധാന ഇരകൾ. നാടിനെയും വളർന്നു വരുന്ന തലമുറയെയും ലഹരി വലയിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്കും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ആത്മാർത്ഥതയിൽ സർക്കാരിനൊപ്പം പൊതുസമൂഹത്തിനും വലിയ പങ്കുണ്ട്. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് വലിയ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. ഈ വിഷയമാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ ചർച്ച ചെയ്യുന്നത്. ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഏറ്റവും ഒരു മാസം പിന്നിട്ടിട്ടേ ഉള്ളൂ, പക്ഷേ ഏറ്റവും ജനകീയമായ ഒരു പദ്ധതിയാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് തന്നെ പറയാം. നമുക്കറിയാം, ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ സംസ്ഥാനം വലിയ ലഹരി മാഫിയയുടെ പിടിയിലാണ്. അത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. അതിന് ഇപ്പോൾ ഗ്രാമങ്ങളെന്നോ നഗരങ്ങളെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ പ്രത്യേകിച്ച് നമ്മുടെ കൗമാരക്കാരായ കുട്ടികൾ അല്ലെങ്കിൽ യുവതലമുറ വലിയ രീതിയിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള കണക്കുകളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പുറത്തു വരുന്നത്. പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നു. ഇങ്ങനെ ലഹരി മാഫിയക്കെതിരെ ഒരു ശക്തമായ നടപടി, കാരണം ഇതൊരു വലിയ ശൃംഖലയാണല്ലോ. പൊതു ഇടങ്ങളെല്ലാം കേന്ദ്രീകരിച്ചിട്ട് വലിയ മാഫിയ പിടിമുറുക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇപ്പോൾ തന്നെ 1000-ലധികം, ഏകദേശം 3000-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു. അത്ര അധികം ആളുകൾ തന്നെ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സെലിബ്രിറ്റികളടക്കം, ഒപ്പം ഈ സമൂഹത്തിൻ്റെ വിവിധ മതസാമുദായിക നേതാക്കളടക്കം ഇതിൽ വാരിയസായി വരുന്ന ഒരു പിന്തുണ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും പ്രധാനം ഈ പൊതുജനങ്ങളാണ്. കാരണം ഇതിനോടകം തന്നെ വലിയ ഒരു കയ്യടി നേടിയിട്ടുണ്ട് ഈ പദ്ധതി, അല്ലേ? പ്രത്യേകിച്ച് സ്കൂളുകളിൽ ഇപ്പം സാധാരണക്കാരായ ആളുകളായാലും അതുപോലെ തന്നെ അധ്യാപകരായാലും പൊതു ഇടങ്ങളിൽ ഇത് കാണുന്ന ആളുകളായാലും വലിയൊരു പിന്തുണ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇതിൽ, അതായത് ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു പദ്ധതി നടപ്പാക്കുന്നത് പോലെയല്ല. ഇതൊരു ലഹരി മാഫിയക്കെതിരെയുള്ള ഒരു ശക്തമായ പോരാട്ടമാണ്. അപ്പോൾ ഇതിൽ ഇനിയും എത്രത്തോളം ഒരു പൊതുജനങ്ങളുടെ പങ്കാളിത്തം, അല്ലെങ്കിൽ ഇനിയും നമ്മൾ എത്രത്തോളം സപ്പോർട്ട് സർക്കാരിന് ഇതിന് ആത്മാർത്ഥമായി നൽകേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും സർക്കാർ എന്തായാലും ഒരു ചുവടുവയ്പ് നടത്തി കഴിഞ്ഞു. ഇതിനു മുൻപേ തന്നെ ഇത്തരം പോരാട്ടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ തുടക്കത്തിലെ ശക്തമായി ഇതിനെതിരെ രംഗത്ത് വരുന്നു എന്നുള്ളത് കയ്യടികൾ അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഇതിന് അടിമകളാകുന്നത് ഇപ്പോൾ അമ്പിളി സൂചിപ്പിച്ചതുപോലെ കുട്ടികളാണ്. കാരിയേഴ്സ് ആയിട്ട് കുട്ടികൾ വരുന്നു. ഒപ്പം തന്നെ യുവതലമുറ ഒന്നാകെ നശിപ്പിക്കപ്പെടുകയാണ്. നമുക്കറിയാം, ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷം മരണം സംഭവിക്കുകയാണ്. ഒരു തലമുറ ഇല്ലാതായി തീരുകയാണ്. ഇപ്പോൾ ഗ്രാമങ്ങളിൽ പോലും ഇത് വളരെ വിപുലമായി കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. കാരണം ഇത് ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല. ആ കുടുംബത്തിൽ നിന്ന് തുടങ്ങി സമൂഹത്തിലേക്ക് മൊത്തം മാറി ആകെ വിപത്തായി മാറുന്നു. നമ്മൾ ഒരുപാട് അക്രമങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ തന്നെ പല കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങൾ തേടിപ്പോകുമ്പോൾ ചെന്നെത്തുന്നത് ഒരു മയക്കുമരുന്നിൻ്റെ, അതെ, ലഹരി മാഫിയ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെയൊക്കെ ഉപയോഗം അതിലേക്കാണ് വന്ന് എത്തി നിൽക്കുന്നത്. പലപ്പോഴും പലർക്കും ചെയ്യാൻ കഴിയുന്നൊരു കാര്യം, ഇതിനെക്കുറിച്ച് അറിവ് കിട്ടുമ്പോൾ അത് സർക്കാരിനെ അറിയിക്കുക അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ അറിയിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിന് പലപ്പോഴും പലരും മടിക്കുന്നു എന്നതിന് കാരണം, എതിർക്കുമ്പോൾ തനിക്കെതിരെ ആക്രമണം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ പലരും ഭയപ്പെടുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഇതിന് പിന്നെ വലിയൊരു മാഫിയുണ്ട്. അപ്പോൾ അതൊക്കെ ഇവരെ പേടിപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. കണക്കുകൾ പരിശോധിച്ചാൽ നമ്മുടെ കേരളം ഈ മയക്കുമരുന്ന് ഉപയോഗത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ലോകത്താകമാനം 30 കോടിയോളം ജനങ്ങൾ ഈ മയക്കുമരുന്നിന് അടിമയാണ്. അതിൽ 3 കോടിയോളം വരുന്ന ആളുകൾ എന്ന് പറയുന്നത് അതൊരു തീവ്ര വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ NDPS ആക്ട് പ്രകാരം 25,000-ഓളം കേസുകളാണ് പ്രതിവർഷം രജിസ്റ്റർ ചെയ്യുന്നത്. ആലോചിക്കണം അത് എത്രത്തോളം വലുതാണ് എന്നുള്ളത്. ഒരു കാലത്ത് മദ്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ എല്ലാം മയക്കുമരുന്ന് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കൂടുതൽ ആളുകൾ ഈ രാസലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണക്കുകൾ അങ്ങനെയാണല്ലോ വ്യക്തമാക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പിടിക്കപ്പെട്ടത്, അതായത് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ സൂചിപ്പിച്ച പോലെ തന്നെ പല തരത്തിലുള്ള വിധത്തിലുള്ള രാസലഹരികൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഭയാനകമായ സാഹചര്യം എന്നാണ് ഇത് പിടിക്കുന്ന ഉദ്യോഗസ്ഥർ പോലും വ്യക്തമാക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം. കാരണം അത് മനുഷ്യനെ ഒന്നാകെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്, നമ്മുടെ തലച്ചോറിനെ ഇല്ലാതാക്കുന്നു. അപ്പോൾ ബോധവും നഷ്ടപ്പെട്ടൊരു മനുഷ്യനെ എന്ത് ചെയ്യുന്നു? കാരണം അവരെ നിയന്ത്രിക്കുന്നത് ഈ മയക്കുമരുന്നാണ്. അപ്പോൾ എന്തും ചെയ്യുന്നു എന്നുള്ളൊരവസ്ഥ വരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ സമൂഹം ഒന്നാകെ നഷ്ടപ്പെട്ടു പോകുന്നു. വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മകൻ പറയുന്നുണ്ട്, ഇപ്പോൾ തൂഫാൻ കയ്യടി അറിയിക്കുന്ന ഈ ഒരു കാര്യത്തിലാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം അവൻ പറയുന്നുണ്ടായിരുന്നു, അമ്മേ ഞങ്ങളുടെ വാർത്തയൊക്കെ കാണുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അവൻ പറയുകയാണ്, ഞങ്ങളുടെ സ്കൂളിലും വന്നിരുന്നു തൂഫാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ബോധവൽക്കരണത്തിനായിട്ടൊക്കെ. അപ്പോൾ കുട്ടികൾക്കിടയിലൊക്കെ ഇത്തരം ബോധവൽക്കരണങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും
കുട്ടികൾ പോലും അറിയാതെ ഇവർ ഇതിന് കാരിയേഴ്സ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇതിന് പലപ്പോഴും തടയിടാൻ സാധിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും രക്ഷിതാക്കൾ ഇടപെടണം. കുട്ടികളുടെ ബാഗ് പരിശോധിക്കണം, അല്ലെങ്കിൽ അവരോട് തുടർച്ചയായി സംസാരിക്കണം. ഇപ്പോഴത്തെ കാലത്ത് വളരെ ബിസി ലൈഫാണ്, പാരൻസിനൊന്നും സമയമില്ല. അവരിങ്ങനെ അവരുടെ ക്വാളിറ്റി ടൈം കൊടുക്കാനുള്ള സമയമില്ല. ഒപ്പം ഈ ശ്രീജ സൂചിപ്പിച്ച പോലെ ഈ പ്രാഥമികമായിട്ടുള്ള ഈ കുട്ടികളുടെ കരുതൽ നമ്മൾ വീട്ടിൽ നിന്ന് തുടങ്ങണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ അധ്യാപകർക്കും ഒരു വലിയ പങ്കുണ്ടല്ലോ ഈ കാര്യത്തിൽ. പ്രത്യേകിച്ച് കുട്ടികളെ ഏറ്റവും കൂടുതൽ ചെറിയ കുട്ടികളെ ഏറ്റവും കൂടുതൽ പരിചരിക്കേണ്ടവർ പാരൻസിനെ പോലെ തന്നെയാണ് അധ്യാപകരും. പക്ഷേ പലപ്പോഴും അവർ പറയുന്നത് ഈ കുട്ടികൾ എല്ലാവരും ഇത്തരത്തിൽ ഈ ലഹരി ഉപയോഗിക്കുന്നത് കാരണം പല കുട്ടികളോടും ഇടപഴകാനാകാത്തൊരു സാഹചര്യം പല അധ്യാപകർക്കുമുണ്ട്. പക്ഷേ അതിൽ നിന്ന് അവർ പിന്നോട്ട് പോകാതെ കുട്ടികളുടെ ഈ പറയുന്ന പോലെ തന്നെ ഒരു നല്ല ഭാവി മുന്നിൽ കണ്ട് അത്തരത്തിലുള്ള ഒരു ഇടപെടൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് തന്നെയല്ലേ നമ്മൾ ഇനിയെങ്കിലും അങ്ങനെ ഉണ്ടാവണമെന്നാണല്ലോ. കുട്ടികൾ വീട്ടിലിരിക്കുന്ന സമയം ഒരുപക്ഷെ കുറവാണ് എന്ന് തന്നെ പറയണം. അവർ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ അവർ ആരൊക്കെയായിട്ടാണ് ഇടപഴകുന്നത് എന്നുള്ളത് പ്രധാനമായും അവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അധ്യാപകർക്ക് ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യം, അത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പലയിടങ്ങളിലും ഈ ഇടവഴികൾ കേന്ദ്രീകരിച്ചൊക്കെ നമുക്ക് കാണാം ഇത്തരത്തിലുള്ള ഉപയോഗം നടക്കുന്നു, അല്ലെങ്കിൽ കൈമാറ്റം നടക്കുന്നു. പക്ഷെ അപ്പോൾ പോലും കണ്ടിട്ടും പലരും അറിയാത്ത രീതിയിൽ പോകേണ്ട ഒരു അവസ്ഥ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വിൽപ്പനയ്ക്ക് എത്തുന്നത് കുട്ടികളും സ്ത്രീകളുമാണ് എന്നുള്ളതാണ് നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം സാധാരണ നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ കാണുന്ന നമുക്ക് പരിചയമുള്ള പോലത്തെ ആളുകളാണ് ഈ വിൽപ്പന, അതായത് ഈ വിൽപ്പന നടത്തുന്നതിനൊപ്പം തന്നെയാണ് ഈ വിപണനത്തിന് എത്തുന്ന മയക്കുമരുന്നിന്റെ സോഴ്സ് കണ്ടുപിടിക്കുക, അത് നശിപ്പിക്കുക എന്നുള്ളത്. പക്ഷേ അത് ഈ ഗ്രാമനഗര വ്യത്യാസങ്ങളില്ലാതെ നമുക്ക് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ വളർന്നു എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും അതിനൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ ആഗോളവൽക്കരണമാണ്. ഒപ്പം തന്നെ ഓൺലൈൻ വഴിയുള്ള ഇടപാടുകൾ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഘട്ടത്തിൽ ഇതൊന്നും അല്ലാതിരുന്നത് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ടങ്ങ് പടർന്ന് പന്തലിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വ്യാപനം ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ശ്രമകരമായി മാറുന്നു. ഒരറ്റത്തുനിന്നും തടയിടാൻ പറ്റാതെ ഇതങ്ങ് വ്യാപിച്ചിരിക്കുകയാണ്. ഇടപെടാനാകാത്ത രീതിയിൽ ഇതിങ്ങനെ വളർന്ന് വലുതായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീജ ഈ പറയുന്ന പോലെ തന്നെ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ, ഇതൊരു മാഫിയാണ്, അതൊരു വലിയൊരു ശൃംഖലയാണ്. ഈ ശൃംഖലയുടെ ഏറ്റവും ചെറിയ കണ്ണികളിലേക്ക് മാത്രമാണ് ഇപ്പോൾ സർക്കാർ എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ ഇത് വിൽപ്പനയ്ക്ക് എത്തുന്ന പ്രാദേശികമായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ആരാണോ ഇത് എവിടെ നിന്നാണോ കൊണ്ടുവരുന്നത് അതിൻ്റെ സോഴ്സ്, ഒരു പക്ഷേ ആ വിൽപ്പനയ്ക്ക് എത്തുന്ന ആളുകൾക്ക് പോലും അതിൻ്റെ യഥാർത്ഥ സോഴ്സ് എവിടെ നിന്നാണ് എന്ന് അറിയുന്നുണ്ടാവില്ല. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മുടെ 3 റീജിയനിലെയും ഈ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ സംസാരിച്ചതനുസരിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ പലതിനും ഈ അന്തർ സംസ്ഥാന ബന്ധങ്ങളാണ്. ഇനി അന്തർ സംസ്ഥാന ബന്ധം അന്വേഷിച്ച് പോവുകയാണെങ്കിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളായിരിക്കും. അപ്പോൾ ഇതൊരു വലിയ മാഫിയാണ്. നമുക്ക് നമ്മുടെ ഈ ഓപ്പറേഷൻ തൂഫാനിൻ്റെ അന്വേഷണ സംഘത്തിന് ഒരു പക്ഷേ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സോഴ്സ് പോലും ആയിരിക്കില്ല. പക്ഷേ ഈ ശൃംഖലയുടെ ഒരു കണ്ണി നമ്മുടെ യുവാക്കളെയും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണി, അതായത് നമ്മൾ ഈ കോവിഡ് കാലത്ത് പറയുന്ന ഒരു ബ്രേക്ക് ദി ചെയിൻ, അങ്ങനെയെങ്കിലും സംഭവിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം അല്ലാതെ ആ ഒരു വലിയ അന്താരാഷ്ട്ര മാഫിയയോ അല്ലെങ്കിൽ ഒരു അന്തർ സംസ്ഥാന മാഫിയയിലേക്കൊന്നും എത്താൻ ഒരിക്കലും ഒരു അന്വേഷണ സംഘത്തിനും പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ മുമ്പേ ഈ ലഹരി മാഫിയ എന്നല്ല, ഏത് മാഫിയയുടെ കാര്യം എടുക്കുമ്പോഴും അങ്ങനെയാണ്. കുട്ടികളെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറയെ ബാധിക്കുന്ന ഈ ഒരു മാരക വിപത്തിനെ തടയിടാൻ എവിടെയെങ്കിലും ഒരു കണ്ണി മുറിക്കുക എന്നുള്ളതും ഒരു വലിയ കാര്യമാണല്ലോ. തീർച്ചയായിട്ടും ആ ഒരു കണ്ണിമുറിക്കലിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ ഈ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വരുന്നത് അവരുമായിട്ടുള്ളൊരു ഇടപെടൽ എന്തായാലും വേണ്ടിവരും. കാരണം ഈ കടത്തലുകൾ ഏത് തരത്തിൽ ഉണ്ടാകുന്നു എന്നുള്ള കാര്യമൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. അവിടെ നിന്ന് തുടങ്ങണം, കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്നു എന്ന് പറയുന്നത് പോലെ മൊത്തത്തിലൊരു വ്യാപനം അത്രത്തോളം വലുതാണ്. അവർ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു ഡൗട്ട്, സംശയം സർക്കാരിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും, ഒരാളെന്നില്ലാതെ എല്ലാവരും ഇതിൽ കൈകോർത്താൽ മാത്രമേ ഈ ശൃംഖലയെ നശിപ്പിക്കാൻ സാധിക്കുക. അതെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു മാഫിയയുടെ ഒരു കണ്ണിയെ എവിടെയെങ്കിലും നമുക്കൊന്ന് തകർക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് അത് നമ്മളെ കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ കൗമാരക്കാരായ വിദ്യാർത്ഥികളെ രക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ മാഫിയയുടെ ഏറ്റവും വലിയ ലക്ഷ്യം നമ്മുടെ കുട്ടികളാണ്. അതെ, നമ്മൾ നല്ലൊരു ഭാവിക്കായി എല്ലാവരും ഒരുമിച്ച് കൈകോർക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കും. തീർച്ചയായും എല്ലാ പൊതുജനങ്ങളുടെയും, അതായത് സമൂഹത്തിൻ്റെ എല്ലാ വിധങ്ങളിലുള്ള ആളുകളും അവർക്കറിയുമെങ്കിൽ അത് അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിക്കുക, അല്ലെങ്കിൽ ഏത് രീതിയിലാണോ അവർക്കതിന് പിന്തുണ നൽകാൻ കഴിയുക ആ രീതിയിലൊക്കെ പിന്തുണ നൽകുക. ഓപ്പറേഷൻ തൂഫാനിൽ റെയ്ഡുകളും അറസ്റ്റുകളും വിപുലമായി നടന്നു വരുന്നുണ്ട്. സംസ്ഥാനത്തെ ലഹരി വിമുക്തമാക്കാൻ ആ ദൗത്യത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കാം, ആഗ്രഹിക്കാം.
സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ തങ്ങളെക്കൊണ്ട് കഴിയും വിധം ലഹരി വിപത്തിനെതിരെ അണിനിരക്കണമെന്നാണ് പറയാനുള്ളത്. ലഹരിക്കെതിരെ സർക്കാരിനൊപ്പം നമുക്കും കൈകോർക്കാം. ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.